സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കുണ്ടമൺകടവ് സ്വദേശി കൃഷ്ണകുമാറിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ആശ്രമത്തിൽ വച്ച റീത്ത് എത്തിച്ചത് കൃഷ്ണകുമാറാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ശരത് കെ ശശിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശരത്ത്, ഈ അറസ്റ്റിലായ ആളുടെ പശ്ചാത്തലം എന്താണ്? ക്രൈംബ്രാഞ്ച് എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നു? ക്രൈംബ്രാഞ്ച് വിശദീകരിക്കുന്നത് ഈ അറസ്റ്റിലായ കൃഷ്ണകുമാർ എന്നയാൾ സജീവ RSS പ്രവർത്തകനാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കടക്കം വഴിയൊരുക്കിയ സംഭവമാണ് സന്ദീപാനന്ദഗിരിയുടെ കുണ്ടമൺ കടവിലുള്ള ആശ്രമം കത്തിച്ച സംഭവം. ഈ സംഭവം നടന്നത് 2018 ഒക്ടോബർ 27-നായിരുന്നു. ഒക്ടോബർ 27-നാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിൽ വാഹനങ്ങളടക്കം തീവച്ച് നശിപ്പിച്ചത്. ഈ കേസിലാണ് ആദ്യത്തെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുണ്ടമൺ കടവ് സ്വദേശി കൊച്ചുകുമാർ എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാറിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറെ നാളുകളായി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ അക്ഷരാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ച് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കേസുമായി ബന്ധമുള്ള പ്രകാശ് എന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. പ്രകാശിനെ തന്റെ പ്രകാശ് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ സംഭവങ്ങൾ പുറത്തു വരുന്നത്, പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നത്. പ്രകാശ് ഇത്തരത്തിൽ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കുന്നതിന് കൂട്ടുനിന്നു എന്നുള്ള കാര്യം പ്രകാശിന്റെ സഹോദരൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. പിന്നീട് അദ്ദേഹം തന്നെ ഈ പ്രകാശിന്റെ സുഹൃത്തുക്കളും ഈ ആശ്രമം കത്തിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങൾ ഉണ്ടാവുകയും പ്രകാശിന്റെ സുഹൃത്തുക്കൾ ഈ കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ ഈ പ്രകാശ് ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ചു ദിവസം മുൻപ് പ്രകാശിനെ മർദ്ദിച്ചു എന്നും പ്രകാശിന്റെ സഹോദരൻ പ്രശാന്ത് പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ മൊഴി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവത്തിൽ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൃഷ്ണകുമാറാണ് സന്ദീപാനന്ദഗിരിയുടെ വീട്ടിൽ വെച്ച് റീത്ത് തയ്യാറാക്കിയത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പ്രകാശ് ആത്മഹത്യ ചെയ്ത സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ക്രൈംബ്രാഞ്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിൽ ഈ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ഇരിക്കെയാണ് ക്രൈംബ്രാഞ്ച് കൃഷ്ണകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും തുടർന്ന് ഇയാളുടെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ശരത്ത്, ഇതിലിപ്പോ 4 സംഘങ്ങൾ, ക്രൈംബ്രാഞ്ചിന് തന്നെ 4 സംഘങ്ങളാണ് ഈ കേസ് അന്വേഷിച്ചത്. ഉന്നതരുടെ ഇടപെടലുണ്ടായിരുന്നു. 2018 അന്നത്തെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ തന്നെ നേരിട്ട് സാളഗ്രാമത്തിലേക്ക് എത്തിയ കാഴ്ചകളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ ഒടുവിൽ ഈ പ്രകാശനെ പരേതന പ്രതിയാക്കിക്കൊണ്ട് കേസ് അവസാനിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ഇതൊരു പുനരന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ പ്രതികളെ കണ്ടെത്തുന്ന സ്ഥിതിയിലേക്ക് പോയത് എന്നാണോ കരുതേണ്ടത്? ഈ പരേതനെ പ്രതിയാക്കിയപ്പോൾ പലതരത്തിലുള്ള വിമർശനം ഉയർന്നു വന്നിരുന്നു. പരേതനെ പ്രതിയാക്കിയാൽ സ്വാഭാവികമായും RSSനെ ഈ വിഷയത്തിൽ പരേതൻ തിരികെ വന്ന് ഈ വിഷയത്തിൽ കുറ്റം നിഷേധിക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഇക്കാര്യത്തിൽ RSSനെയും BJPയെയും പ്രതിരോധത്തിലാക്കാനും പ്രതിക്കൂട്ടിലാക്കാനുമാണ് സർക്കാരും പോലീസ് സംവിധാനങ്ങളും ശ്രമിക്കുന്നത് എന്നടക്കമുള്ള വിമർശനവും ആക്ഷേപവും BJP ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മറ്റൊരു അറസ്റ്റ് കേസിൽ പ്രകാശിനെയും പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും പ്രകാശൻ മരിച്ച ഒരു സാഹചര്യത്തിൽ പ്രകാശിന്റെ ഈ ഒരു കേസുമായി ഇനി പ്രകാശിനെ ബന്ധപ്പെടുത്തിയിരുന്നതിൽ കാര്യമില്ല. പക്ഷേ അപ്പോൾ പോലും ഈ മറ്റു പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് അപ്പോഴും സജീവമായി നടത്തിയിരുന്നു. പല ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആ ദൃശ്യങ്ങളിൽ പ്രകാശൻ സന്ദീപാനന്ദഗിരിയുടെ വീട്ടിലേക്ക് പോകുന്നതടക്കം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പരേതനെ പ്രതിയാക്കി കേസ് അവസാനിപ്പിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിന്റെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് സജീവമായി നടത്തുകയും അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഈ സജീവമായ RSS പശ്ചാത്തലമുള്ള കൃഷ്ണകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിൽ മറ്റ് ഗൂഢാലോചനയടക്കം അന്വേഷിക്കുന്നുണ്ട്. അതായത് കൃഷ്ണകുമാറിന്റെ അറസ്റ്റോടുകൂടി ഈ കേസിന്റെ അന്വേഷണം അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയില്ല. പകരം ഗൂഢാലോചനയടക്കം സംശയിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആ വശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ക്രൈംബ്രാഞ്ച് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. ശരത്ത്, ഒറ്റ കാര്യം കൂടി, ഈ കേസ് ഏതാണ്ട് അവസാനിച്ചു, അല്ലെങ്കിൽ ഒരു പിടിവള്ളിയും ഒരു തുമ്പുമില്ലാത്തൊരു കേസായി ഇങ്ങനെ അവശേഷിക്കുന്ന സമയത്താണ് ഈ ആത്മഹത്യ ചെയ്ത പ്രകാശിൻ്റെ സഹോദരൻ പ്രശാന്ത്
ഒരു മാധ്യമത്തിലൂടെ ഈ വെളിപ്പെടുത്തലുമായി വരുന്നത്. അതായത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ തൻ്റെ സഹോദരന് പങ്കുണ്ട് എന്ന് ആത്മഹത്യയ്ക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നുവെന്ന്. പക്ഷേ പിന്നീട് ആ മൊഴിയിൽ നിന്ന് പ്രശാന്ത് പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു, മൊഴി മാറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ കൃഷ്ണകുമാറിൻ്റെ അറസ്റ്റോടെ എന്ത് ഡെവലപ്മെൻറ്റ്, എന്ത് തരത്തിലുള്ള പുരോഗതി അന്വേഷണത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ കരുതാനാവുക? ഫിറോസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികൾ രണ്ടുപേരാണ് രേഖാമൂലമുള്ളത്. ഒന്ന് പ്രകാശൻ, മറ്റൊന്ന് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കൃഷ്ണകുമാർ. പക്ഷേ ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇവിടെ കൊണ്ട് അവസാനിക്കാൻ സാധ്യതയില്ല. മറ്റ് ചില വശങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഈ രണ്ടു പേരല്ല പ്രതികൾ, കൂടുതൽ ആളുകൾ പ്രതികളുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് വിശദീകരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് നിലവിൽ കൃഷ്ണകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ കൃഷ്ണകുമാറിൽ നിന്ന് കൂടി അധികം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ഏതായാലും ഈ പ്രകാശന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ കൃഷ്ണകുമാറുമുണ്ട്. ഈ അറസ്റ്റിലായ കൃഷ്ണകുമാർ ഒഴികെ മറ്റു 3 പേർക്ക് ഈ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഈ മറ്റ് അറസ്റ്റിലായ 3 പേർ അവരുടെ പങ്കാളിത്തം സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ശരത്ത്, ഈ പ്രകാശിൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ ഈ 4 പേർ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം എന്താണ്? അവർ പ്രേരണയാണോ? എന്താണ് അവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാനുള്ളൊരു പശ്ചാത്തലമായി പോലീസ് വിശദീകരിച്ചത്? ഈ പ്രകാശൻ ആത്മഹത്യ ചെയ്യുന്നത് ജനുവരിയോടെയാണ്. ആ സംഭവം ജനുവരിയിൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പല വിഷയങ്ങൾ സംബന്ധിച്ച് ഈ പ്രദേശത്തെ ഈ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലടക്കം ഈ പറയുന്ന അറസ്റ്റിലായ 4 പേരും പ്രകാശനും തമ്മിൽ പലതരത്തിൽ തർക്കങ്ങൾ ഉണ്ടായി. ആ തർക്കത്തിന്റെ ഭാഗമായി ഈ 4 അംഗ സംഘം പ്രകാശനെ മർദ്ദിച്ചു. അങ്ങനെ മർദ്ദിച്ചതിന്റെ മനോവിഷമം പ്രകാശൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പ്രകാശൻ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടത്. ആ കാര്യം പ്രകാശന്റെ സഹോദരൻ പ്രശാന്ത് ക്രൈംബ്രാഞ്ചിന് മൊഴിയായി നൽകി. അങ്ങനെ പരാതിയിൽ ഈ പറയുന്ന 4 പേരുടെ പങ്ക് സംബന്ധിച്ചിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. വ്യക്തമാണ് ശരത്ത്. ആ ഒരു ചെറിയ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയുമാണല്ലോ അത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് 4.5 വർഷക്കാലമാണ് കേരള ക്രൈംബ്രാഞ്ച് 4 സംഘങ്ങളായി അന്വേഷിച്ചത്. എന്നിട്ട് അവസാനം ചില മാസങ്ങൾക്ക് മുൻപാണ് പരേതനെ പ്രതിയാക്കിക്കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു ധാരണയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. പക്ഷേ വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പരേതനല്ല, ഒരു പ്രതിയും കൂടി ഉണ്ട് ഈ കേസിൽ എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ പരേതൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കൃഷ്ണകുമാർ എന്നയാളെ കൂടി പ്രതിയാക്കിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച് എന്ന വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് ശരത് കെ ശശി റിപ്പോർട്ട് ചെയ്യുന്നു.